അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഹോച്ചിമിൻ സിറ്റിയിലൂടെ നമ്മുടെ നടത്തം തുടരുകയാണ്. ഹോച്ചിമിൻ സിറ്റിയിൽ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള വലിയ നടപ്പാതകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർക്കുകളും എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വൻ വൃക്ഷങ്ങളെയൊക്കെ അവരതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള വൻ വൃക്ഷങ്ങളാണ് അതൊക്കെ. അപ്പം പഴയ സൈഗോണിൻ്റെ ചരിത്രം തേടിയുള്ള ഒരു നടത്തമാണിത്. നമ്മൾ ആദ്യം പോകുന്നത് ഓൾഡ് പാലസിലേക്കും പിന്നീട് ഇൻഡിപെൻഡൻറ്റ് പാലസിലേക്കുമാണ് പോകുന്നത്. ആധുനിക വിയറ്റ്നാം പിറന്നൊരു മണ്ണ് കൂടിയാണിത്. അപ്പോഴാണ് ഞാൻ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഈ കൊളോണിയൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ ഉന്തുവണ്ടികളിൽ നിന്നും അവരിപ്പോഴും എണീറ്റ് പോയിട്ടില്ല അല്ലേ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് നൊറോഡം പാലസ് അഥവാ ഓൾഡ് പാലസിനുള്ളിലാണ്. ഇതൊരു ചരിത്ര സ്മാരകമാണ്. ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലസാണിത്. അന്നത്തെ ഫ്രഞ്ച് കൊളോണിയൽ ഗവർണർ ജനറൽസിൻ്റെ റെസിഡൻസ് ആയിട്ടാണ് ഈ ഒരു പാലസ് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് 1962 വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് ബോംബിങ്ങിൽ ഈ ഒരു പാലസ് തകർക്കപ്പെടുകയും പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ട ആ പാലസിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അവരൊരുപാട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വടി ഇറങ്ങിപ്പോയ ഏതൊക്കെയോ സ്വേച്ഛാധിപതികളുടെ ബൂട്ടിൻ്റെ ശബ്ദം കാതുകളിലിങ്ങനെ മുഴങ്ങുന്ന പോലെ കുറേ നേരം ആ പടിക്കെട്ടുകളും നോക്കി ഞാനങ്ങനെ നിന്നു. വിയറ്റ്നാമിൻ്റെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രം കൂടിയാണല്ലോ. അപ്പം ഓൾഡ് പാലസിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നൊരു വീഡിയോ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1975 വിയറ്റ്നാം യുദ്ധം അവസാനിക്കുന്നതിന് ഫാൾ ഓഫ് സൈഗോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. ഈ തലസ്ഥാനം ഹാനോയിലേക്ക് മാറ്റുന്നത് വരെയും അവരുടെ പ്രസിഡൻറ്റ് താമസിച്ചുകൊണ്ടിരുന്നത് ഇൻഡിപെൻഡൻറ്റ് പാലസിലാണ്. ഇപ്പോൾ അതൊരു പബ്ലിക് കൺവെൻഷൻ ഹാളും അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഒക്കെയാണ്. പിന്നീട് നമ്മൾ പോയത് മറ്റൊരു ഫ്രഞ്ച് കൊളോണിയൽ ലാൻഡ്മാർക്കായിട്ടുള്ള സൈഗോൺ പോസ്റ്റ് ഓഫീസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് ആ ഒരു സ്ക്വയറിൽ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള നോത്രി ഡാം കത്തീഡ്രൽ ഓഫ് സൈഗോൺ ഉള്ളത്. അവിടെ എന്തൊക്കെയോ റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്, അകത്തേക്ക് പോകാൻ പറ്റിയില്ല. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഔർ ലേഡി ഓഫ് പീസിൻ്റെ സ്റ്റാച്യു. ഇതൊരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. വൈകുന്നേരങ്ങളിൽ ആ ഒരു സ്റ്റാച്യുവിനെ നോക്കി തങ്ങളുടെ ഇരുണ്ട ഭൂതകാലം അയവിറക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരുപാട് വിയറ്റ്നാമിലെ ആൾക്കാരെ നമുക്ക് അവിടെ കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. ഒരുപാട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരുവ്. പല രീതിയിലും വർണ്ണങ്ങളിലും അവ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പുസ്തകങ്ങൾ മാത്രമല്ല, ഒരുപാട് കലാകാരന്മാരുണ്ട് അവിടെ. നിങ്ങൾ ചെന്നൊന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ അവർ വരച്ചു തരും. അപ്പോൾ വിയറ്റ്നാമിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.